ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഇതുപോലത്തെ അക്രിലിക് പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ ഒക്കെ ബോക്സിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഷീറ്റ് ഉണ്ടാവും, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊന്ന് നീറ്റാക്കി ക്ലീൻ ചെയ്തെടുക്കുക, എന്നിട്ട് ആവശ്യമുള്ള സൈസ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു റെഫറൻസ് ഇമേജ് എടുക്കുന്നുണ്ട്, എന്നിട്ട് പേപ്പറിലേക്ക് അതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ട് ആ ഇമേജ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്കൊന്ന് വരച്ചെടുക്കുക. അക്രിലിക് പെയിൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് നമ്മളിത് കളർ ചെയ്ത് എടുക്കുന്നത്. ഔട്ട്ലൈനും കളറും ഒക്കെ അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് കളർ ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ 2 ഷീറ്റ് ആക്കിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പക്ഷേ എനിക്ക് ഫ്രണ്ടിൽ മാത്രം വെച്ചാൽ മതി എന്ന് തോന്നിയത്. കാരണം ബാക്കിൽ വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാണുമ്പോൾ ഒരു അത്ര രസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ ഷീറ്റിൽ മാത്രമാണ് ഇത് വരച്ച് കളർ ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേ ഷേപ്പിൽ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു സ്ക്വയർ പ്ലാസ്റ്റിക് കുപ്പിയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഈ താഴെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ ഒരു നമ്മളിപ്പോൾ വരച്ചെടുത്ത ഇമേജ് ഈ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഓൺലൈനിലൊക്കെ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അതാണ് നമ്മൾ വീട്ടിൽ സിമ്പിൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.